അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സമൂസയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1 സ്പൂൺ കുരുമുളകും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഗരം മസാലയും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചിക്കനാണ് ഇത് എടുത്തിരിക്കുന്നത്. ആ ചിക്കൻ ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അത് ഇങ്ങനെ മിക്സ് ചെയ്തൊന്ന് എടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ മാവ് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല പരുവായിട്ടുണ്ട്. ഇത് നമുക്കിനി 2 ഭാഗങ്ങളാക്കിയിട്ട് ഇത് ഉരുളാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് സമൂസ മേക്കിംഗ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇതാണ് സമൂസ ഉണ്ടാക്കുന്ന മേക്കർ. ഇതിൽ തന്നെ ഒരു 10-12 എണ്ണം ഇതിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു സ്റ്റെപ്പിൽ തന്നെ. ചെറിയ സമൂസയാണ് ഇത് വരുന്നത്. നല്ല യൂസ്ഫുള്ളാണ്. പെട്ടെന്ന് നമുക്ക് സമൂസ ഉണ്ടാക്കി തീരാൻ പറ്റും. എന്നിട്ട് ഒരു ഉരുള എടുത്തിട്ട് കുറച്ച് മാവ് തൂറ്റി കൊടുത്തിട്ട് ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കാം. സമൂസ ഉണ്ടാക്കുന്ന അത് അത്രയും ഭാഗം കവർ ചെയ്യുന്നത് വരയ്ക്ക് നല്ല രീതിയിൽ പരത്താം. എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അടുത്തും കൂടി അതുപോലെ ചെയ്യാം. ഓരോ ഇതിലായിട്ട് ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. ഒറ്റയടിക്ക് തന്നെ നമ്മുടെ സമൂസ ഉണ്ടാക്കി തീരും. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അങ്ങനെ എല്ലാം ഫില്ലാക്കിയിട്ടുണ്ട്. അതിൻ്റെ മീതെ കൂടെ വേറൊരു ഷീറ്റും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് സൈഡിലൊക്കെ മാവുകളൊന്ന് നമുക്ക് ഇതാക്കിയെടുക്കാം. ബാലൻസ് വരുന്ന മാവുകളാണ്. ഇനി അതിനെ കമത്തി വെച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കണം. അങ്ങനെ നമ്മുടെ സമൂസ ഇവിടെ മേക്കിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓരോ സമൂസയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്, ഈസിയാണ് ചെയ്യാനായിട്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.